നമസ്കാരം. ഗൾഫ് 18ലേക്ക് സ്വാഗതം. UAE-യിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ടൂർ പാക്കേജ് നൽകി നിരവധി പേരെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. UAE-യിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തെന്നാണ് പരാതി ഉയരുന്നത്. തട്ടിപ്പിൽ അകപ്പെട്ടവരിൽ മലയാളികളും ഉൾപ്പെടുന്നു. 10 ലക്ഷം ദിർഹത്തിന്റെ തട്ടിപ്പ് നടന്നതായാണ് കണക്ക്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ലേ മലയാളികൾ? സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ അജി കുര്യാക്കോസ്, അഭിഭാഷകൻ, ശ്രീ കൺമണി, അഭിഭാഷക, ശ്രീ മനോജ്, സാമ്പത്തിക വിദഗ്ധൻ എന്നിവരാണ്. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് വാർത്തകളിൽ ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ നിറയുകയാണ്. മലയാളികളും ആ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യം. ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള തട്ടിപ്പുകൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗ്രാവിറ്റി എത്രമാത്രമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? മാഡം പറഞ്ഞ മലയാളികളും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മലയാളികളാണ് ഇതിനകത്ത് ഒരു ഭൂരിഭാഗം പേരും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇടയാകുന്നത്. കാരണം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ലോകം മൊത്തമുള്ള ഒരു പ്രത്യേകതരം ഒരു ഹോബിയാണ് രാജ്യങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് UAE-യിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ച്, UAE-യിൽ നിന്നുള്ള ആളുകൾക്ക് പല രാജ്യങ്ങളിലും റെസിഡൻസ് വിസയുള്ള ആളുകൾക്ക് പല രാജ്യങ്ങളിലും വിസ ഓൺ അറൈവൽ ലഭ്യമാണ്. അപ്പം അത്തരം ഒരു സംവിധാനം നിലവിലുള്ളപ്പോൾ അതിനെ എങ്ങനെയെങ്കിലൊക്കെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് പല ട്രാവൽ ഏജൻസികളും ടൂർ ഏജൻസികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ അടുത്ത് ഒരു പാക്കേജുമായിട്ട് ഒരാൾ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം തായ്ലാന്റിലേക്ക് പോകാം. തായ്ലാന്റാണ് ഇപ്പൊ ഇവിടെ സുഗമമായിട്ട് ആളുകളൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. തായ്ലാന്റിലേക്ക് പോകാം. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ താമസിക്കാനും അതുപോലെ തന്നെ അവിടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ടൂർ ഡെസ്റ്റിനേഷൻസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇവർ വരുന്നതിൽ തന്നെ വേറൊരു വളരെ രസകരമായ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവര് നമ്മുടെയൊക്കെ ഒരു ഫോൺ വരികയാണ്. ഇപ്പൊ ഇന്ന ടൂർ കമ്പനിയിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, നിങ്ങൾ നാളെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആ മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം, നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഫാമിലി ആയിട്ട് പങ്കെടുക്കണം, നിങ്ങൾക്ക് ആ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റും ഞങ്ങൾ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ നമ്മൾ പെട്ടെന്ന് വ്യാമോഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സംഭാഷണമൊക്കെ ആയിട്ടാണ് അവർ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 10, 30, 40 പേരുണ്ടാവും. അതെല്ലാം ഫാമിലി ആയിട്ടായിരിക്കും, ഭാര്യയും ഭർത്താവുമായിട്ടായിരിക്കും അവിടെ വരുന്നത്. അവിടെ വന്നതിന് ശേഷം അവര് ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് അവിടെ ഇത്ര ദിവസം 7 ദിവസം താമസിക്കാം, ഈ ഒരു പാക്കേജ് എടുത്താൽ അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ കറങ്ങാം, അങ്ങനെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് തരും. ഈ വാഗ്ദാനത്തിലെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സമയം പോലും തരുന്നില്ല. ഇതൊരു മെസ്മറൈസേഷൻ ആണ് ഇതിനകത്ത് നടക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാണ്. ആ റൂമിനകത്ത് ഇവര് നമുക്ക് തരാൻ പോകുന്ന ആനുകൂല്യങ്ങൾ, നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള വീഡിയോ, അതുപോലെ തന്നെ AV ഒക്കെ നമുക്ക് ഇട്ട് കാണിച്ച് നമ്മളെ മെസ്മറൈസ് ചെയ്തിട്ട് ഉടൻ തന്നെ അവര് ATM മെഷീനുമായിട്ട് വരികയാണ്. ഐ മീൻ മറ്റേ പേയ്മെന്റ് മെഷീനായിട്ട് വരികയാണ് നമ്മുടെ അടുത്തേക്ക്. ആ മെഷീൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ ഇപ്പൊ 10,000 രൂപ ഇപ്പൊ അടച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഓഫറാണ്, 20,000 രൂപയുടെ സംഭവമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ 10,000 നിങ്ങൾ അടയ്ക്കുക ഉടനെ. അപ്പൊ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ഇവരെ അത് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത്. കാരണം ഇത്തരം കമ്പനികൾ അധികം കാലമൊന്നും ഇവിടെ UAE-യിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ലീഗലി ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർക്ക് ലൈസൻസ് ഉണ്ട്, അവർക്ക് ഓഫീസുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ ലൈസൻസും ഓഫീസും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അടച്ചു പൂട്ടി പോവുകയാണ് പലപ്പോഴായിട്ടുള്ളത്. കൂടുതലായിട്ട് എന്നേക്കാൾ കൂടുതലായിട്ട് അഡ്വക്കേറ്റ് കൺമണി അതിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് പാവപ്പെട്ട മലയാളികളെ സംബന്ധിച്ച്. എന്തായാലും വളരെ വിശദമായി തന്നെ അജി കുര്യാക്കോസ് എന്താണ് ഇതിന്റെ ഒരു തട്ടിപ്പിന്റെ രീതി എന്നൊക്കെ പറയുകയുണ്ടായി. നമുക്കറിയാം, ഞങ്ങൾ ഈ ചർച്ചയിൽ പലപ്പോഴും അജി കുര്യാക്കോസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ മാസത്തിൽ ഒരു ടൂർ എനിക്കുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത് സാധ്യമായ ഇടങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്കൊക്കെ ടൂർ നടത്തുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷമം കൂടി ഉൾക്കൊണ്ടാണ് അജി സംസാരിക്കുന്നത്. ടൂർ പാക്കേജിൽ പോകുന്നവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ തട്ടിപ്പിന് ഇരയാവുന്നത്. എന്തായാലും ആളുകളുടെ ആ യാത്ര ചെയ്യാനുള്ള ആളുകളുടെ ഇഷ്ടം, അതിനെയാണ് ഇവിടെ ഈ തട്ടിപ്പുകാർ ചൂഷണം ചെയ്തിരിക്കുന്നത്. ഇല്ല മാഡം, ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. കാരണം അത്തരം ആളുകൾ ഒരിക്കലും ഈ ടൂർ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം.
അവർക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് നിങ്ങൾ എടുക്കണം, അതുപോലെ തന്നെ നിങ്ങൾ റൂമിന്റെ ഒരു ദിവസത്തെ റൂമിന്റെ ഞങ്ങൾ കൊടുക്കുന്ന റെന്റ്, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ ലഞ്ച് ഇല്ല, അങ്ങനെ പല കാരണങ്ങൾ. അത് നമ്മൾ അതിനും ഭേദം നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. പക്ഷെ ഇവരുടെ ഈ അല്ല, ഞാൻ പറഞ്ഞത് ഓരോ ആളുകളുടെയും യാത്ര ചെയ്യാനുള്ള ആഗ്രഹത്തെയാണ് ഈ തട്ടിപ്പുകാർ ചൂഷണം ചെയ്തിരിക്കുന്നത്. പക്ഷേ അജിയെ പോലെ സമ്പന്നനായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ സ്വന്തം നിലയിലൊക്കെ അങ്ങനെ യാത്ര ചെയ്യാം, ഏത് നിലയിലും യാത്ര ചെയ്യാം. പക്ഷെ അതില്ലാത്തവർ കൂടിയാകും ഒരുപക്ഷെ ഈ തട്ടിപ്പിൽ പെടുന്നത്. നമുക്ക് എന്തായാലും കൺമണിയോട് ചോദിക്കാം. കൺമണി, ഇവിടെ ഇപ്പോൾ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് അഭിമാനം, എവിടെ ഒരു കാര്യം വന്നാലും അല്ലെങ്കിൽ ഏതൊരു നാട്ടിലായാലും മലയാളിയുണ്ട്. അവർ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഓരോ തരത്തിലുമുള്ള എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ്. മലയാളികളുടെ ജോലി ചെയ്യാനുള്ള കഴിവായാലും ആത്മാർത്ഥതയായാലും അതൊക്കെ എല്ലായിടത്തും പ്രശംസിക്കപ്പെടുന്നതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ എവിടെ ഒരു തട്ടിപ്പ് നടന്നോ അവിടെയും തട്ടിപ്പിന് ഇരയാകുന്നവരിൽ മലയാളികൾ ഉണ്ടാവും, തട്ടിപ്പ് നടത്തുന്നവരിലും ഒരുപക്ഷെ മലയാളികൾ ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു നെഗറ്റീവ് വശം. ഇവിടെ ഇപ്പോൾ ഈ തട്ടിപ്പ് നടക്കുമ്പോഴും നിരവധി പേർ, ഈ തട്ടിപ്പിനിരയായിട്ടുള്ളതിൽ നിരവധി പേർ മലയാളികൾ എന്ന് വരുന്നു. എത്ര കിട്ടിയാലും മലയാളികൾ പഠിക്കില്ലേ എന്ന് ചോദിക്കാൻ, എത്ര തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ എത്ര തട്ടിപ്പ്, ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു, അതിന്റെ വാർത്ത വരുന്നു, ചർച്ചയാകുന്നു. എങ്കിൽ പോലും ആരെങ്കിലും എന്താ ഒരു ഓഫറും തന്ന് വിളിച്ചാൽ അവിടെ ചെന്ന് തല വെച്ച് കൊടുക്കും മലയാളികൾ. തീർച്ചയായിട്ടും എല്ലാ മലയാളികളും ഒരു പ്രവാസി എന്നുള്ള നിലയിൽ മലയാളികൾ പറ്റിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് പറയുന്നതാണ്. ഇവിടെ ജനറലി മറ്റേ പ്രവാസി കുട്ടികളെ കുറിച്ചിട്ട് ആളുകൾ പറയുന്ന ഒരു ഇതുണ്ട്, ബ്രോയിലർ കുട്ടികളെ പോലെയാണ് ഇവിടെ നമ്മൾ സ്പൂൺ ഫീഡൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ സെറ്റാക്കി വളർത്തുന്ന കുട്ടികൾക്ക് മറ്റൊരു ചൂഷണങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടൂർ പാക്കേജ് എന്ന് പറയുന്നത്. ഇത് ഏത് രാജ്യത്തു നിന്ന് വന്നവരാണെങ്കിലും ഏത് നാട്ടുകാരാണ്, പല പല രാജ്യത്ത് നിങ്ങൾ ഓരോരോ സ്റ്റോറീസും എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചതിക്കപ്പെട്ടവർ എന്ന് പറയുന്ന മലയാളികളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. എന്നിരുന്നാൽ പോലും എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഇതിന് ഈ സ്കാമിനകത്ത് പെട്ട് പോകുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രവാസികളുടെ ഒരു കോൺസെപ്റ്റ് എന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ, അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ UAE എന്ന് പറയുന്ന രാജ്യം ദ സേഫസ്റ്റ് ആൻഡ് ദ സ്ട്രെസ്ഫുൾ കൺട്രി എന്നാണ് പറയുക. ഇപ്പൊ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നല്ല സ്ട്രെസ്സാണ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും. ഇപ്പൊ ജാനുവരിയിലെ കലണ്ടറിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഇയറിന്റെ ഹോളിഡേ കലണ്ടറിന്റെ ന്യൂസിന് കിട്ടുന്ന റീച്ചുകൾ തന്നെ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ജനങ്ങൾ ആ ഒരു ഹോളിഡേക്ക് വേണ്ടി വാണ്ടിങ് ടു ആണ്, അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടും അതൊന്ന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇവിടെയുള്ള ഓരോ പ്രവാസികളും. അപ്പൊ അത്തരം അവരുടെ ഒരു വീക്ക്നെസ്സിനെ സത്യം പറഞ്ഞ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഈ ടൂർ പാക്കേജസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരുപാട് രാജ്യത്തിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും അതിനെ ജനങ്ങൾക്ക് അതിനോടുള്ള ആ ഒരു ആവേശത്തിന് യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടൂർ പാക്കേജ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പ്രവാസിയായിട്ട് 14 വർഷമായി. ഞാൻ 1ാമത്തെ വർഷം കേൾക്കുന്ന കഥയും ഈ 14ാമത്തെ ഇന്നലെ കേട്ട കഥയും ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. ഒരേ സെയിം ടൈപ്പ്. സാധാരണ ഒരു സ്കാം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം തോറും അതിന്റെ കഥകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിന്റെ ഓരോരോ ചെയ്തികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. ഒരേ ട്രേഡ് ലൈസൻസിൽ വരുന്നു, ഒരു 2-3 മാസത്തിൽ വളരെ പ്ലാനിങ് ആയിട്ട് ഇതേപോലത്തെ തന്നെ എങ്ങനെ അവർ ഡാറ്റ സ്വീകരിക്കുന്നു, എങ്ങനെ അവർ ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുന്നു, എങ്ങനെ അവർ മെസ്മറൈസ് ചെയ്യുന്നു, അതേ ഇതിൽ പെട്ടുപോകുന്ന പ്രവാസികൾ. ഒരു ഇട പോലും വ്യത്യാസമില്ലാത്ത സ്റ്റോറികളാണ് 1ാമത്തെ വർഷവും ഞാൻ ഈ 14 വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാത്രമാണ് ഒരു വിഷമം എന്ന് പറയുന്നത്. കാരണം ഒരു വ്യത്യാസമില്ല ചതികളിലും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്ത നാളെ ചിലപ്പോൾ അടുത്ത ടൂർ പാക്കേജ് നാളെ തന്നെ പൈസ കൊടുക്കുന്ന ആളുകൾ വീണ്ടും ഉണ്ടായിരിക്കാം. ഇത് എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ലീഗലി UAEക്കും ഇന്ത്യക്കും അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ആളുകളെ എത്രത്തോളം ലീഗൽ അവയർനെസ് തന്നെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയ പ്രവാസികളാണ്. ഇപ്പൊ നമുക്ക് പുതിയ ഒരാൾ വരുമ്പോൾ നമുക്ക് വി ഫെൽറ്റ് ലൈക്ക് ബാഡ്, അയ്യോ എന്താ ചെയ്യാ ഇവരെ സംബന്ധിച്ച്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർക്ക് പുതിയ ആളാണ്, അവർ ഈ നാട്ടിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അറിയുന്നേ ഉള്ളൂ. അപ്പോ എന്നും പ്രവാസികൾ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ എല്ലാവരെയും നമുക്ക് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനും പറ്റില്ല. പക്ഷെ ഇപ്പൊ എംബസികളാണെങ്കിലും അതുപോലത്തെ എല്ലാ അതോറിറ്റീസും ഇവിടുത്തെ എല്ലാ മിനിസ്ട്രികളിൽ നിന്നും എപ്പോഴും ബുക്ക്ലെറ്റ്സും ന്യൂസ് ലെറ്റേഴ്സും അവയർനെസ് പ്രോഗ്രാംസും എല്ലാം ഇറങ്ങുന്നത് തന്നെയാണ്. എന്നിരുന്നാലും ആളുകൾ എപ്പോഴും ഇതിനെക്കുറിച്ച് അവയർ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. ശ്രീ മനോജ് കൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം നോക്കിയാൽ പെട്ടെന്ന് പണക്കാരാകാൻ ആഗ്രഹിക്കുന്നവരെ ആ രീതിയിൽ പറഞ്ഞു പറ്റിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ
നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ ഇരട്ടി കിട്ടുന്നു ചുരുങ്ങിയ സമയം മുതൽ, അത്തരത്തിലുള്ള പറ്റിപ്പുകൾ ഉണ്ട്, തട്ടിപ്പുണ്ട്. അല്ലെങ്കിൽ പലതരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കടം അങ്ങോട്ട് തരാം എന്ന് പറയുന്നു, പിന്നീട് കയ്യിലിരിക്കുന്നത് മുഴുവൻ പിടിച്ചു മേടിക്കുന്ന തരത്തിലുള്ള തട്ടിപ്പ് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കൂ, യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരെ ഇപ്പോൾ മാളിലോ ഒക്കെ നിന്നിട്ട് അവർക്ക് കൂപ്പണുകൾ കൊടുക്കുന്നു, അത് പൂരിപ്പിച്ചിടുന്നു, പിറ്റേന്ന് കോള് വരുന്നു, നിങ്ങൾ ഭാഗ്യശാലികളാണ്, നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു എന്ന്. നമുക്ക് കേട്ടാൽ വലിയ രീതിയിൽ അങ്ങനെ പറ്റിപ്പ് മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ടിയൊന്നും വരത്തില്ല, കാരണം അങ്ങനെ അല്ലാത്തതും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവർ ആളുകളുടെ വിശ്വാസം നേടിയെടുത്താണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. അവിടെ ചെന്നവർക്ക് ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല. അവരുടെ ഇടപെടലിലോ അവർ സ്വീകരിക്കുന്നതിലോ അവരുടെ ഓഫീസ് ഒരു ഡസനിലേറെ ജീവനക്കാർ, അവരുടെ സഹകരണം, അതിലൊന്നും ആർക്കും ഒരു സംശയവും തോന്നുന്നില്ല. മലയാളികളെ ആട് മാഞ്ചിയം മുതൽ പറ്റിക്കപ്പെട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നേരത്തെ കൺമണി പറഞ്ഞതുപോലെ 20 വർഷം മുമ്പും ഞാൻ ഇതേ കഥ കേട്ടുകൊണ്ടിരുന്നതാണ്. കമ്പനികളുടെ പേര് മാത്രമാണ് മാറി വരാറ്. ഇവരെ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബേസിക്കലി കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു പ്രോഡക്റ്റോ സർവീസോ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം ലോകത്ത് ഒരാൾക്കും പ്രോമിസ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ഓഫീസിലോ അവരുടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സംശയാസ്പദമായ ഒരു പ്രവൃത്തി അവർ ബാക്കുന്നുണ്ടാവില്ല. അവരെ എങ്ങനെ എലീനെ കെണിയിൽ പെടുത്തുന്ന പോലെ അവർക്ക് നല്ല ചിരിച്ച മുഖത്തോടു കൂടിയുള്ള, നല്ല ബോഡി ലാംഗ്വേജോട് കൂടിയുള്ള, സ്പഷ്ടമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകള് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ആ വിശ്വാസത്തിന് അവർക്ക് ഷോർട്ട് ടെമ്പറിലാണ് ഇമോഷണൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർ പ്രഷർ ചെയ്യണം. അതിൽ പെട്ടുപോകും. അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവരിടും, അതിന് പറ്റിയ ടോക്സ് അവർ കൊടുക്കും. അവർ പറയും, നിങ്ങൾക്ക് മക്കൾ വലുതായി വരികയല്ലേ, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ കാണണ്ടേ, നിങ്ങൾ എത്ര വർഷമായി കഷ്ടപ്പെടുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഏതൊക്കെ പോരായ്മകള്, ഏതൊക്കെ ബലഹീനതകളിൽ നിങ്ങളെ പിടിക്കാൻ പറ്റുമോ അതിലൊക്കെ അവര് റിസർച്ച് ആൻഡ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ നടത്തിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. എനിക്ക് ഇപ്പോഴും കോൾ കിട്ടാറുണ്ട്, സാർ ഹോളിഡേ പോണ്ടെന്ന് ചോദിച്ചിട്ട്. ഇതേപോലെ പറ്റിക്കപ്പെട്ട ആളുകളും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറ്, മോനെ നീ ഏത് നാട്ടിൽ നിന്നാ വരണേ, എനിക്കിതൊന്നും അറിയില്ലേ, നീ എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല. അപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ പ്രവാസികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എവരിബഡി ഈസ് ഇൻ ദെയർ ഓൺ വേൾഡ്. അവരെ മൊബൈല്, അവരെ ഇൻസ്റ്റാഗ്രാം, അവരുടെ പേജ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ മനോജ്, ഞാൻ നേരത്തെ അജിയോടും ചോദിച്ചു, ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്യലായാലും ഈ യാത്ര പ്ലാൻ ചെയ്യുന്നതായാലും പ്ലേസസ് കണ്ടെത്തുന്നതായാലും വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു പാക്കേജ് ആയിട്ട് പോയാൽ നമുക്ക് വേറെ റിസ്ക് ഇല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ സക്സസ് ആയിട്ട് ഈ ടൂർ പാക്കേജസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുമുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് തിരിച്ചറിയുക, ഇത് ഏതാണ് നല്ലത് ചീത്ത എന്നുള്ളത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ചിലപ്പോ ഓഫർ കിട്ടിയാലോ എന്നൊരു തോന്നൽ വരത്തില്ലേ? കറക്റ്റാണ്. നമ്മളുടെ പൈസ നമ്മൾ കൊടുക്കുമ്പോ ആ സർവീസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് സർവീസ് കിട്ടുമ്പോഴല്ലേ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടുള്ളൂ. യു ആർ നോട്ട് പേയിങ് സ്മോൾ എമൗണ്ട്, യു ആർ ബ്ലോക്കിംഗ് യുവർ ക്രെഡിറ്റ് കാർഡ്, യു ആർ ടേക്കിംഗ് ലോൺ ആൻഡ് ഫുൾഫില്ലിംഗ് ദെയർ ഡിമാൻഡ്സ്. പാക്കേജ് ബുക്ക് ചെയ്ത് പോകുമ്പോ ഈ മാറ്റർ പറഞ്ഞല്ലോ, ഐ തിങ്ക് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതാരും ടൂർ പാക്കേജസ് അല്ല. ഒരു ടൂറിന് വേണ്ടി പോകുന്ന പാക്കേജുകളല്ല ഇത്. ഈ പറ്റിക്കപ്പെടുന്നവരെല്ലാം ഇതെല്ലാം മെമ്പർഷിപ്പുകളാണ്. പറ്റിക്കപ്പെടുന്ന കാറ്റഗറിയിലുള്ളതെല്ലാം മെമ്പർഷിപ്പുകളാണ്. ടൂർ പാക്കേജിന് വേണ്ടിയുള്ള മെമ്പർഷിപ്പ്. ഇപ്പൊ അവര് വിചാരിക്കുന്നത് ഒരു ടൂർ പാക്കേജിന് ഒരു ഇത്ര ദിറംസ്, അതേസമയം ഈ പാക്കേജ് എടുത്താൽ നമുക്കതിൽ 2-3 ടൂറുകൾ പോവാം എന്നുള്ള ഒരു കമ്പാരിസന്റെ പേരിലാണ് ഈ പാക്കേജിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു ടൂറ് അത് നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെയാണ്, ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും പോകുന്ന ടൂർ പാക്കേജ്, ഒരു പെർട്ടിക്കുലർ ടൂറിന്റെ പാക്കേജിന് ഇങ്ങനത്തെ സ്കാമുകൾ ഉണ്ടായതായിട്ടും എന്റെ അറിവിലില്ല. ഈ 2-3 ടൂറിന് വേണ്ടിയുള്ള ഒരു മെമ്പർഷിപ്പ് പോലെ ഒരു പ്രോഗ്രാം ആയിട്ട് എടുക്കുന്നതെല്ലാം എല്ലാം സ്കാം ആയിട്ട് വരുന്നത്. ശരി, മനോജ് തുടരാം. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ടൂർ പാക്കേജ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിൽക്കുന്നത്.
Appo you calculate your airfare, you calculate your hotel stay, you calculate your transportation and facilities. When you calculate, they are selling minimum 50% off rate. So automatically you are attracting to the package. And they are blocking your membership, gold, platinum, these, that, etc. But you are not thinking this company may shut down. They will not give the service. They will not give you as per your choice. They will give their own choice. So I think അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിനെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഇവിടെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരം സ്കാമുകളെ കുറിച്ച് ബോധവൽക്കരണ പ്രോഗ്രാമുകൾ നടത്താണ്ട് വേറൊരു വഴിയില്ല. കാരണം കേറി വരുന്ന പുതിയ തലമുറകള് ഞാൻ ഇതുപോലെ മലയാളി പ്രവാസികൾക്ക് വർഷങ്ങളായി ബോധവൽക്കരണം നടത്തുന്ന കെ വി ഷംസുദ്ദീനെ കിട്ടുമോ എന്ന് ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തെ ലഭിച്ചില്ല. അപ്പോ ഷംസുദ്ദീൻ സാറാണെങ്കിൽ പറയും, ഞാൻ എത്ര നാളായിട്ട് പറയുന്നു, എത്ര പറഞ്ഞാലും നന്നാവത്തില്ല മലയാളികൾ എന്ന് പറഞ്ഞതിനായിരുന്നു ഈ ചർച്ചയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ. ശ്രീ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇവിടെ ഇപ്പോൾ എനിക്ക് സംശയം തോന്നി, റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ സംശയം തോന്നി ഒരേ ഒരു കാര്യം, അയാൾ തട്ടിപ്പിന് ഇരയായതിനെ കുറിച്ച് പറയുമ്പോൾ 15,000 ദിർഹത്തിൽ തുടങ്ങിയതാണ്, അവസാനം 1750 ദിർഹത്തിലാണ് ആ പാക്കേജ് സെറ്റിൽ ചെയ്തത് എന്ന് കാണുമ്പോഴാണ്. അപ്പോൾ അതെങ്ങനെ സാധ്യമാകുമെന്നൊരു സംശയമുണ്ടല്ലോ. പക്ഷെ അവർ ആ പൈസ കൊടുക്കുന്നു, ആ തട്ടിപ്പിന് ഇരയാകുന്നു എന്ന തരത്തിൽ അത് എത്രമാത്രം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും റിപ്പോർട്ടുകളിൽ ഒരാൾ അനുഭവം പറയുന്നതാണ്. ഇപ്പോൾ തട്ടിപ്പിനിരയായി കഴിഞ്ഞാൽ ആളുകൾ ചിലരൊക്കെ പോയി ഇനി ആരും അറിയേണ്ട, നാണക്കേടാണ് എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. ഇതിപ്പോൾ വലിയ തട്ടിപ്പാണ്, ഒരുപാട് പേർ ഇരയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ നിയമ നടപടികൾ അവിടെ പുരോഗമിക്കുന്നത്? എല്ലാവരും കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇവരെ കണ്ടെത്താനോ പണം തിരിച്ചു കിട്ടാനോ ഉള്ള എന്തെങ്കിലും സാധ്യതകൾ ഉള്ളതായി അറിയാമോ? നിയമ പോരാട്ടം ഏത് രീതിയിലാണ്? ഞാനിപ്പോ ആ ഒരു വിഷയത്തെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അഡ്വക്കേറ്റ് കൺമണി സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്ന എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പൊ നമ്മളൊരു രാജ്യം സന്ദർശിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഒരു ടൂർ പാക്കേജുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതാണ് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ജോർജിയ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ തുർക്കി, അതുപോലെ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ അത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു ഹോളിഡേ പാക്കേജ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമുക്ക് പോകേണ്ട രാജ്യത്തേക്ക് നമുക്ക് പോകാനായിട്ട് അത്തരം കമ്പനികളെ നമ്മൾ സമീപിക്കുമ്പോൾ അവിടെ ഒരിക്കലും ചതിക്കപ്പെടുന്നില്ല. നമ്മൾ നമ്മുടെ ഓഫർ, നമ്മുടെ ആഗ്രഹം നമ്മൾ അവരെ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന രാജ്യത്തേക്ക് പോകണം, ഞങ്ങൾക്ക് അർമേനിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകണം. അപ്പൊ ആ രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫർ? ഈ ഒരു കമ്പനിയിൽ നമ്മൾ സമീപിക്കുന്നു, അടുത്ത വേറെ കമ്പനി സമീപിക്കുന്നു, നമുക്കിപ്പോ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ, യുഎനെ സംബന്ധിച്ച് യുഎയിലെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത്. നമുക്ക് വളരെ കുറച്ച് ഒഴിവ് ദിനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാണ് യുഎഇ. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്രോതസ് നമ്മൾ എടുക്കുന്ന ഒരു രാജ്യമാണ് യുഎഇ. ആ രാജ്യത്ത് നമുക്ക് വളരെ കുറച്ച്, നമുക്ക് ഹർത്താലില്ല, ബന്ദില്ല, ശ്രീകൃഷ്ണ ജയന്തി ഇല്ല, ക്രിസ്മസ് ഇല്ല, നബിദിനമില്ല, ഒന്നുമില്ല നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ കുറച്ച് അവധി മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ജനറലി ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഇത് കുറെ കാലങ്ങളായിട്ട് ചോദിക്കുന്നത്, ഇന്നല്ല. ഇപ്പൊ അഡ്വക്കേറ്റ് കൺമണി പറയുന്നത്, കൺമണി 14 വർഷമായി, ഞാൻ 24 വർഷമായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു രാജ്യത്തേക്ക് വേറെ ഒരു രാജ്യത്തേക്ക് പോകാനായിട്ട് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ മനോജേട്ടൻ പറഞ്ഞതുപോലെ, മനോജേട്ടൻ ഈ സന്തോഷം കൊടുക്കുന്ന ആളാണ്. മനോജ് ഹാപ്പിനെസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം ഇത്ര വിഷമകരമായിട്ട് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പലപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പോലും പറയുന്നു, നിങ്ങൾ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം പൈസ നിങ്ങൾ ചെലവഴിക്കുന്നത്? നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് നമ്മൾ ടിക്കറ്റ്, ഹോളിഡേ പാക്കേജിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാറില്ലല്ലോ. നമ്മൾ കേരളത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ മാർച്ചില് പരീക്ഷയൊക്കെ കഴിഞ്ഞു, നമുക്ക് നാട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്തുള്ള ഏതൊരു ട്രാവൽ ഏജൻസിയെ സമീപിച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇത് വളരെ ജനറൽ ആയിട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. ഈ ന്യൂസ് 18ന്റെ ഈ പരിപാടി കേൾക്കുന്ന എല്ലാ മലയാളികളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾ അവരോട് പാക്കേജ് ചോദിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം, അവർ കൃത്യമായിട്ട് അയച്ചു തരും. ഇതൊക്കെയാണ് ആ രാജ്യത്തുള്ള നമുക്ക് കാണേണ്ടതായിട്ടുള്ള, വിഷ്വലായിട്ട് കാണേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ, അവിടേക്ക് പോകേണ്ട സംവിധാനങ്ങൾ, അവിടേക്ക് എൻട്രി ചെയ്യുന്ന ഫീസ്,
ഇതെല്ലാം അവർ നമുക്ക് അയച്ചു തരും. ശരി, എന്തായാലും അജി കുര്യാക്കോസിനെ ഞാനൊരു അഭിഭാഷകൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാറ്റി ഒരു യാത്രികന്റെ അനുഭവമാണ് പറഞ്ഞു വരുന്നത്. യാത്ര പ്ലാൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് യാത്ര നടത്തിയിട്ടുള്ള ആൾ എന്ന നിലയിൽ പറയാൻ കഴിയുന്ന ഉപദേശവും ഒരു ഗൈഡൻസുമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അത് കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൺമണി, ഞാൻ ചോദിച്ചത് നേരത്തെ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചാണ്. ഈ പണം തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? അതും ഒരു ആശ്വാസമാണല്ലോ. ഈ ചർച്ച കാണുന്ന ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമാകുമല്ലോ. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ നിയമം വലിയ ശക്തമാണ്, തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് ഈ രീതിയിലൊക്കെ വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ചോദിച്ചു, എന്നാൽ കരാമയിലെ അൽറയാമി കെട്ടിടത്തിലാണ് ഇതിന്റെ ഈ ട്രാവൽ ഏജൻസി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയ സെറ്റപ്പിലൊക്കെ ഉള്ളൊരു സ്ഥാപനം ഇത്ര പെട്ടെന്ന് അങ്ങ് പൂട്ടിപ്പോകുമോ എന്നൊക്കെ സംശയം തോന്നും. അപ്പോൾ അത്ര ആസൂത്രിതമായ തട്ടിപ്പ് പോലും ആ നാടുകളിൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അധികൃതർ നീങ്ങുന്നത്? ഇത് അധികൃതരായിട്ട് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചെന്ന് പെടുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അവർക്കും അറിയില്ലല്ലോ ഇപ്പൊ ഇവരിത് സ്കാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ട്രേഡ് ലൈസൻസ് എടുക്കാൻ വരുമ്പോൾ അവർക്ക് ഇത് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ അധികൃതരെ നമുക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ തന്നെ ഒരു ഫോൾട്ടായിട്ടാണ് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞില്ല, വിരൽ തുമ്പിൽ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പൊ ഇത് എന്ത് കമ്പനിയുടെ ആണെങ്കിലും എടുത്തു നോക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഈ ടൂർ പാക്കേജിന്റെ കാര്യങ്ങളൊക്കെ എടുക്കാം. അതേപോലെ നമ്മളെല്ലാവരും ഇപ്പൊ ഇത് വളരെ തമാശയായിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി ഇത് പൈസ പോയവരുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ കുറെ പേരൊക്കെ ഇത് പറഞ്ഞ മാതിരി നാണക്കേടിന്റെ ഒരു കണക്കാക്കിയിട്ടും ഉണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഇവര് പൂട്ടിപ്പോയി ഇനി കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് ഇത് കേസായിട്ട് മുന്നോട്ട് പോവാത്തവരുമുണ്ട്. അതേസമയം ഇതിന്റെ ലീഗൽ വശങ്ങൾ പറയുവാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു മാസമായിട്ടുള്ള ചീറ്റിംഗ് ഒക്കെ നടന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നടന്ന് പലപ്പോഴും ഇവിടെ പാർക്കുകളിലും മോളുകളിലും ഒക്കെ ഇങ്ങനത്തെ ആളുകൾ മീറ്റ് ചെയ്യാറും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ മാസമായിട്ട് ഒരു പെറ്റീഷനായിട്ട് പോലീസിനെ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചീറ്റിങ്ങിന്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എംബസികളിൽ, ഇപ്പൊ ഇന്ത്യൻ എംബസികളിലും ഇഷ്ടംപോലെ ഇങ്ങനത്തെ കംപ്ലൈന്റുകൾ വരികയും അതേപോലെ തന്നെ ഇന്ത്യൻ എംബസി പ്രത്യേകിച്ച് അഡ്വൈസറി ആയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ അവിടെയും ആളുകൾ കംപ്ലൈന്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇപ്പൊ ദുബായിലും അബുദാബിയിലൊക്കെ ആണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോറം ഉണ്ട്. അവിടെ നമുക്കൊരു കംപ്ലൈന്റ് ആയിട്ട് ഈ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്താവുന്നതാണ്. അതേപോലെ തന്നെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സിവിൽ കേസ്, അതും നമ്മുടെ ഭാഗത്ത് കുറച്ച് എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്, പക്ഷെ സിവിൽ കേസും ഫയൽ, ഇത്രയും 4 കാര്യങ്ങളാണ് നമുക്ക് ലീഗലി ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ തിരിച്ച് പൈസ കിട്ടിയ കേസുകൾ 99% ഇല്ല. കാരണം എല്ലാവരും വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഈ സ്കാം ചെയ്യുന്നത്. അവർ മുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പൈസ കിട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള മാർഗങ്ങളൊന്നുമില്ല. പക്ഷെ നാളെ ഇനി ഇതും വരാതിരിക്കാനുള്ള ഒരു മാർഗം. ഇനി ഇതിന്റെ ഭാഗത്തായിട്ട് എനിക്ക് ഒരു 2-3 സജഷൻസും കൂടി പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ അവയർനെസ് എന്ന് പറഞ്ഞില്ല, അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവരെയും നമുക്ക് ആക്സസ് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഇപ്പൊ ഈ ന്യൂസ് തന്നെ കാണുന്നവർ എത്ര ഉണ്ടെന്ന് വളരെ കുറവാണ്. പക്ഷെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നെങ്കിലോ ഇനി വരുന്ന പ്രവാസികളായി വരുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബുക്ക്ലെറ്റോ, നോർക്കയൊക്കെ പല ബുക്ക്ലെറ്റ്സും ഇറക്കുന്നുണ്ട്, പക്ഷെ ഇതൊരു വായിക്കുന്നില്ല. ഇപ്പൊ ഒരു വിസ എടുത്ത് വരുന്ന ആള് നിർബന്ധമായും വായിച്ചിരിക്കേണ്ട. ഏതായാലും നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. കൺമണി, ഇനി 2 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ശ്രീ മനോജ് കൃഷ്ണൻ, ഇവിടെ ലാഭമില്ലാതെ ആരും ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഫറുകൾ കൊടുക്കുന്നെങ്കിൽ അതൊരു തട്ടിപ്പായിരിക്കും എന്ന് സെൻസ് ചെയ്യാൻ കഴിയണം എന്നതാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇതിൽ കൂട്ടിച്ചേർക്കാവുന്നത് എന്താണ്? ഇനി ഒരു തട്ടിപ്പിൽ ഒരു മലയാളി അല്ലെങ്കിൽ മറ്റ് ആരായാലും ചെന്ന് പെടാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? ജീവിതത്തില് ഒരു ഡോക്ടർ, ഒരു അഡ്വക്കേറ്റ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിങ്ങളുടെ വിരൽ തുമ്പിൽ വേണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യണം. അല്ലാത്തോടത്തോളം കാലം നിങ്ങൾ പറ്റിക്കപ്പെടും. ശരി, എന്തായാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ഉപദേശവും. എന്തായാലും ഈ ചർച്ച കാണുന്നവർക്ക് പറഞ്ഞോട്ടെ, ടൂറിസം ഇതിന്റെ പോലെ തന്നെ മറ്റ് സ്കാമുകളാണ്. ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അവർ ഒരുപാട് പേര് അവസാനം ശമ്പളം ഇല്ല അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇമിഗ്രേഷൻ, ആ രാജ്യത്തിലേക്ക് കൊണ്ടുപോവാ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, പലതരത്തിൽ മൈഗ്രേഷൻ.
അപ്പൊ അതുപോലെ ഒക്കെ പറ്റിക്കപ്പെടുന്ന വേറെയും കുറെ കാറ്റഗറീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ടൂറിസ്റ്റിൽ നിർത്താതെ മറ്റ് സ്കാമുകളിലും പെടുന്നവരെല്ലാവരും ഇതേപോലെ മനോജ് സാർ പറഞ്ഞ മാതിരി എല്ലാവരും ഒന്ന് കൺസൾട്ട് ചെയ്തതിനു ശേഷം പണം എവിടെ മലയാളികളെ തന്നെ ഇല്ലേ അത്തരം ഉപദേശം നൽകാൻ കഴിയുന്ന മലയാളികൾ തന്നെ ഉണ്ട്. അതിനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. ആരോടെങ്കിലും അറിയാവുന്നവരോട് ചോദിച്ചും പെരുമാറിയും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അന്വേഷിച്ചും മാത്രമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. വളരെ നന്ദി എന്തായാലും കൺമണി, ശ്രീ അജി കുര്യാക്കോസ്, ശ്രീ മനോജ് കൃഷ്ണൻ ഞങ്ങളോട് സഹകരിച്ചത് ഈ വിഷയത്തിൽ സംസാരിച്ചതിന് വളരെയധികം നന്ദി. മറ്റൊരു വിഷയവുമായി ഇനി ഗൾഫ് 18 നാളെ. നമസ്കാരം.